എങ്ങനെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ്സിന് വേണ്ടി ബാക്ക് ഹൈ ക്വാളിറ്റി ബാക്ക് എടുക്കാമെന്നാണ്. അതും ഫ്രീ മെത്തേഡ് യൂസിങ് AI. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് AI ടൂൾസുമാണ്. ഓക്കെ, ആൻഡ് വൈ AI ടൂൾസ്? ബിക്കോസ് ഇറ്റ്സ് 2025. നിങ്ങൾ AI ടൂൾസ് കൊണ്ട് പ്രൊംപ്റ്റും അല്ലെങ്കിൽ AI ടൂൾസ് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ നല്ലോണം രീതിയിൽ ബാക്കോട്ടാണ്. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ നമ്മൾ ഇതിന് വേണ്ടി ഈ ഒരു ടാസ്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന AI ടൂൾ നെയിമാണ് ക്ലൗഡ് AI. അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാൻ തോന്നുന്നു. എനിവേ, ക്ലൗഡ് AI. എന്തുകൊണ്ട് ChatGPT ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ChatGPT അത്രത്തോളം അഡ്വാൻസ്ഡ് അല്ല. റിസർച്ചിങ്ങൊക്കെ ഓക്കെയാണ്, പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്സ് അത്രയ്ക്കും അഡ്വാൻസ്ഡ് അല്ല. മെയിനായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഓരോരോ ആവശ്യങ്ങൾക്ക്. പക്ഷേ ക്ലൗഡ് AI അങ്ങനെയല്ല. ഓക്കെ, ഇറ്റ്സ് വെരി അഡ്വാൻസ്ഡ്. ഇറ്റ്സ് ഓണസ്റ്റ്ലി ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് എത്രത്തോളം നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു ടൂള് ക്ലൗഡ് AI ആണ്. ഓക്കെ, സോ നമുക്ക് ക്ലൗഡ് AI ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ടൈപ്പ് ഇൻ ക്ലൗഡ് AI ആൻഡ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടവരും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രീ പ്ലാൻ ആണ്. ഓക്കെ, അപ്പം 5 or 6 ചാറ്റ്സേ കിട്ടും. സോ ഓരോരോ പ്രൊംപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പ്രൊംപ്റ്റ് ചെയ്തിട്ട് കിട്ടണം. ഓക്കെ, കാരണം അത്രത്തോളം ടൈമേ നമ്മൾക്കുള്ളൂ. സോ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ ലിങ്ക് തന്നെയാണ്, ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് നേരെ ക്ലൗഡ് ചെയ്യപ്പെട്ട് അത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പാണത്. എന്നിട്ട് ഇതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളെ രീതിയിൽ പ്രൊംപ്റ്റ് ചെയ്യാം. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണമെന്നില്ല, പക്ഷേ ഈ ഒരു സ്ട്രക്ചറിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യമായിട്ട് ഹായ് എന്ന് കൊടുക്കുക. ഓക്കെ, ലൈക്ക് വി ടോക്ക് ടു അവർ ഫ്രണ്ട്സ്, ഹായ് എന്ന് കൊടുക്കുക. എന്നിട്ട് പറയാം ദിസ് ഈസ് എ. ഓക്കെ, ഇംഗ്ലീഷിന് കറക്റ്റ് ആണെന്നില്ല, കാരണം ഇത് AI ആണ്. ഓക്കെ, ഒരു ഫ്രണ്ടിനെ പോലെ തന്നെ പറഞ്ഞിട്ടുള്ളൂ, ഫ്രണ്ടല്ല, മനസ്സിലാവും. ഹായ്, ദിസ് ഈസ് എ വെബ്സൈറ്റ് ഓഫ് മൈ ക്ലൈൻറ്റ് ആൻഡ് ഹി വാണ്ട്സ് ടു റാങ്ക് ഇൻ SERP. ഒരിക്കലും നിങ്ങൾ ഹി വാണ്ട്സ് ടു റാങ്ക് ഇൻ ഗൂഗിൾ പേജ് എന്നൊന്നും കൊടുക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രൊഫഷണലായിട്ടുള്ള സംഭവം സെയിമിങ് ആയിരിക്കും, പക്ഷേ പ്രൊഫഷണലായിട്ട് കൊടുത്താൽ മാത്രമാണ് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. സോ ഹി വാണ്ട്സ് ടു റാങ്ക് ഇൻ SERP. സോ ഐ നീഡ് യു ടു അനലൈസ് ഹീസ് വെബ്സൈറ്റ്. ഈ അനലൈസ് ഈസ് വെബ്സൈറ്റ്. ഓക്കെ, അതൊക്കെ മെയിനായിട്ട് കൊടുക്കണം. ഓക്കെ, ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യണം. അനലൈസ്, പിന്നെ ഡിസീസ്, അതൊക്കെ എന്തായാലും കൊടുക്കണം. പിന്നെ SERP, അതൊക്കെ നിങ്ങൾ ഏത് രീതിയിൽ പ്രൊംപ്റ്റ് ചെയ്യാൻ കൊടുക്കണം. ഓക്കെ, അനലൈസ് ഈസ് വെബ്സൈറ്റ്സ് ആൻഡ് ഗിവ് മീ. പിന്നെ ഇതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കുക. ഇപ്പം ഞാൻ ഗിവ് മീ 100 ബാക്ക് ലിങ്ക്സ്, ഡു ഫോളോ. എന്നിട്ട് നിങ്ങൾക്ക് എന്തും കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് കറക്റ്റ് ആണെന്നില്ല. ഇപ്പോൾ ലെറ്റ്സ് സേ ഐ എം ഗോണ സേ സംതിങ്. ഓക്കെ, നിങ്ങൾക്ക് ഈ രീതിയിൽ കൊടുക്കാം. ആൻഡ് ഓൾസോ ടെൽ മീ ഫ്രീ കോഡ് ടു ടൈപ്പ് ഇൻ ഗൂഗിൾ ടു ഗെറ്റ് ഗസ്റ്റ് പോസ്റ്റ് backlinks also every. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ സ്പെല്ലിങ് കറക്റ്റ് അല്ല. ബാക്ക്ലിങ്സ് ഔട്ട് ദെയർ ഓൾ ഫ്രീ. ഓക്കെ, ഇത്രയും കൊടുത്ത് ഓൾ ഫ്രീ. ഓക്കെ, ഇതൊക്കെ കൊടുത്ത ശേഷം നിങ്ങൾ വേറൊന്നും കൂടി ഒന്ന് ചെയ്യണം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇനി ഇത് മാത്രം കൊടുത്തിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. പക്ഷേ ഇവിടെ വരുന്ന പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും അവർ കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, പക്ഷെ നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് കുറച്ചും കൂടി കുറച്ച് നമുക്ക് മാത്രമായിട്ടുള്ള കസ്റ്റമൈസ് പ്ലാൻ പോലെ ചെയ്യണം. സോ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് നിങ്ങൾ ടൈപ്പ് ഫോളോ ചെയ്യുക. യു നീഡ് ടു make a secret method of this only for me that's free, that you never told or given to anybody. Do it as a experienced
പേഴ്സൺ. ഓക്കെ, ഇതാണ് ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്ന പ്രോംപ്റ്റ്. ഇത് കൊടുത്ത ശേഷം മാത്രമേ എനിക്കിത് നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. അതിൽ 2-3 ചാറ്റ്സ് കിട്ടിയിട്ട് മാത്രമാണ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, യാ. പിന്നെ വേറെ ആരും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ, ഇതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ ഭയങ്കര റോങ് ആണ്, പക്ഷേ ഇറ്റ്സ് ഫൈൻ. ഓക്കെ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് പേഴ്സണിന് പകരം നിങ്ങൾക്ക് ഫുള്ളി എന്താണ് ഈ ഒരു എഐയിൽ തന്നെ വേറൊരു ആളായിട്ട് മാറ്റാൻ പറ്റും. ഇപ്പം യുവർ നെയിം ഈസ് സാം ആൻഡ് യു ഹാവ് ദിസ് 20 years ഓഫ് എക്സ്പീരിയൻസ് ഓൺ ദിസ് ഫീൽഡ് എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സാം എന്നൊരു ഹ്യൂമനൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഫുള്ളായിട്ട് പറഞ്ഞുതരും. ഓക്കെ, സോ ഓൾറെഡി ഞാൻ ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ സ്വഭാവം അറിയാം, അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇത് എൻ്റർ ചെയ്യാണ്. ഓക്കെ, എൻ്റർ ചെയ്യാണ്. എന്നിട്ട് ഓക്കെ, കണ്ടോ, അനലൈസ് ക്ലയൻറ്റ് വെബ്സൈറ്റ് ആൻഡ് പ്രൊവൈഡ്. ഇത് കണ്ടോ, ഇപ്പോൾ ChatGPT ആണെങ്കിൽ ഇങ്ങനെ അനലൈസ് ചെയ്യില്ല. ഓക്കെ, ഇങ്ങനെ അനലൈസ് ചെയ്യില്ല ChatGPT. ജെമിനിയും ചെയ്യാൻ ചാൻസ് ഇല്ല. പക്ഷേ ഇത് ലൈക്ക് ഇറ്റ്സ് ലിറ്ററലി റെസണിങ്. ഓക്കെ, ഇവിടെ ഒരു പ്രോബ്ലം വന്നു, പക്ഷേ അത് ഇഷ്യൂ ഇല്ല. ഓക്കെ, ഓൾറെഡി റിസൾട്ട് ചെയ്തു. വേറൊരു കാര്യം ഇതാണ്, ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്കൊരു ആർട്ടിഫാക്റ്റായിട്ടാണ് കിട്ടുക. ഇപ്പോൾ നമ്മൾ ChatGPT ആണെങ്കിൽ അലക്ഷ്യമായിട്ട് ഒരു ടൈപ്പോ ആയിട്ടാണ് കിട്ടുക, പക്ഷേ ഇതങ്ങനെയല്ല. ഇതൊരു എന്താണ് ആർട്ടിഫാക്റ്റാണ്. നമുക്ക് ജസ്റ്റ് ഇവിടെ വന്നിട്ട് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, നോ ഇഷ്യൂ. സോ ഇതാ കിട്ടുന്നുണ്ട്. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി ഗിവിങ് മീ എവ്രിതിങ്. ലുക്ക്, എനിക്ക് ജസ്റ്റ് എന്താണ് വേണമെങ്കിൽ ഒരു ചായയൊക്കെ കൊടുത്തിട്ട് കോഫിയൊക്കെ കുടിച്ചിട്ട് ഇരിക്കാം. ഓക്കെ, ബിക്കോസ് ഇത് നിങ്ങൾക്ക് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പാം സൈറ്റോ ഒന്നുമല്ല. ഓക്കെ, ഇത് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി ഗൂഗിൾ അനലൈസ് ആയിട്ടാണ് ഈ റിസൾട്ട് ഉള്ളത്. അപ്പോൾ സോ ഇത് ജെന്യുവൻ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് സീ. കുറച്ച് വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെറിയൊരു രീതിയിൽ ചോദിച്ചാലും നല്ല രീതിയിൽ തന്നെ ഒരു ഹ്യൂമനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്കെല്ലാം ഇതിൽ കിട്ടും. ഓക്കെ, സോ യാ, നമുക്ക് ജസ്റ്റ് ഫുള്ളായിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒന്നും കൂടി വരാം കേട്ടോ. ഓക്കെ, സോ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയി. നമുക്ക് ആദ്യം മുതൽ ജസ്റ്റ് നോക്കാം എന്താ കിട്ടിയെന്ന്. ബേസിക് ഗസ്റ്റ് സ്പോട്ട് ഫുട് പ്രിൻറ്റ്സ്, അതായത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡാണ്. ഓക്കെ, അതായത് ഇത് അവർ പറയുകയാണ് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ എന്താണ് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. നമുക്ക് ജസ്റ്റ് നോക്കാം. ലെറ്റ്സ് ഗോ ടു ഗൂഗിൾ ആൻഡ് സെർച്ച് ഫോർ ഇറ്റ്. യുവർ നീഷിൻ്റെ അടുത്ത് ഞാനിപ്പം കൊടുക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, ജസ്റ്റ് ഞങ്ങൾ കാണിക്കാനാണ്, നിങ്ങൾക്ക് ഇത് വേണമെന്നില്ല, ഇത് മാത്രം കൊടുക്കണമെന്നില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എൻ്റർ ചെയ്യാം. നമുക്ക് എന്താ കിട്ടുക നോക്കാം. ഓക്കെ, റൈറ്റ് ഫോർ അസ് ആയിട്ടുള്ള ഓരോരോ പ്രോഗ്രാംസും മറ്റു കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഈ പ്ലസും കൂടി കളഞ്ഞു കൊടുക്കാം. ആൻഡ് ദിസ് വി ഡോണ്ട് നീഡ് ദിസ് ഓൾസോ. സോ നമുക്ക് നോക്കാം ഏതാവുമോ. വെയിറ്റ്. ഓക്കെ, your niche and I'm gonna type here digital marketing. അഥവാ ഇത് ആയിട്ടില്ലെങ്കിൽ ഒന്നും വിചാരിക്കരുത് കേട്ടോ, ചിലതൊക്കെ ആവും. ഞാനിങ്ങനെ ആക്കുന്നതാണ് ഈ ഒരു കോഡ് വെച്ചിട്ട്. സോ ലെറ്റ്സ് സീ ആവുമോ. യെസ്, ആക്ച്വലി ഇത് എന്താണ് കണ്ടോ, ഓരോരോ റൈറ്റ് ഫോർ അസ് ഗസ്റ്റ് പോസ്റ്റ് ചെയ്ത സബ്മിറ്റ് ഗസ്റ്റ് പോസ്റ്റ് ഓൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓരോന്ന് കാണിക്കുന്നുണ്ട് കണ്ടോ. യാ, അതുപോലത്തെ വേറൊരു ടൂൾ നമുക്ക് വേറൊരു കോഡ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, കിട്ടുന്നുണ്ട് നോക്കാം. കണ്ടോ, കോൺട്രിബ്യൂട്ട് ടു ഒരു പോകുന്നു, ടൈപ്പ് ചെയ്യുന്നു. യുവർ ന്യൂഷിൻ്റെ അടുത്ത് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാണ് ഇടുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നിട്ട് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. യെസ്, ഓരോരോ കാര്യങ്ങളുണ്ട് ഇതിൽ. കോൺട്രിബ്യൂട്ട് ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാം സക്സസ്ഫുള്ളായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ ഇത് ഇങ്ങനെ കോഡ് ചെയ്താലും കണ്ടോ, ഇതൊക്കെ ഇതിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഓരോരോ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ യെസ്, ഇതാണ് ആദ്യത്തേത്. പിന്നെ ഇനി അഡ്വാൻസ് സെർച്ച് ഓപ്പറേഷൻസ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ URL, അതായത് ഇങ്ങനെയാണ്. ഓക്കെ, പിന്നെ ഇനി 100 ഫ്രീ ഡു ഫോളോ ബാക്ക്ലിങ്ക് സോഴ്സസ്. അതിലിതാണ് ഹൈ ഓതോറിറ്റി പ്രൊഫൈൽ ക്രിയേഷൻസ്. അപ്പോൾ ഇത് വേറൊരു കാറ്റഗറിയാണ് ഹൈ ഓതോറിറ്റി പ്രൊഫൈൽ ക്രിയേഷൻസിൻ്റെ.
പ്രൊഫൈൽ ക്രിയേഷൻ ബാക്ക്ലിങ്സ്. ഓക്കെ, ഇതൊക്കെ ഡൂ ഫോളോ ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് ജസ്റ്റ് അങ്ങനെ കൊടുത്തിട്ടേ ഉള്ളൂ, അപ്പോഴത്തേക്കും എനിക്ക് ഇത് ഫുൾ കിട്ടി. ഓക്കെ, ലുക്ക്. ഇനി നമുക്ക് മാത്രമുള്ള ഐഡിയാസ് വന്നിനോ നോക്കാം. ഓക്കെ, ജസ്റ്റ് ഇതാ കണ്ടോ, സീക്രട്ട് മെത്തേഡ് വന്നു. ഹാറു സീക്രട്ട് മെത്തേഡാണ് ഇത്, വേറെ ആർക്കും കൊടുത്തിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് മാത്രമായിട്ട് വന്നതാണ്. സോ ഇതാ സീക്രട്ട് മെത്തേഡ്. പിന്നെ ഇത് മാത്രമായിട്ട് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, യു ക്യാൻ ഓൾസോ ടൈപ്പ് മേക്ക് ഷുവർ എവ്രിതിങ് ഈസ് ആക്ച്വലി ഗുഡ് and give me everything should be free. സോ ഞാൻ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതന്നെയല്ല ഇപ്പം കൊടുത്തതെന്ന്. സോ ആക്ച്വലി ഇത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിതിപ്പോൾ തന്നിട്ടുണ്ടല്ലോ, അതൊന്നും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യും. എന്നിട്ട് ഡൂ ഫോളും ഫ്രീ ആണ് അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, ഒന്നും കൂടി ഒന്ന് പ്രഷർ ചെയ്യുന്നതാണ്. സോ ഇതും കൂടി ചെയ്തിട്ട് സെൻഡ് ചെയ്യാം. ഓക്കെ, വെരിഫൈ ചെയ്യുന്നുണ്ട്, അതൊന്നും കൂടി വെരിഫൈ ചെയ്യണം. ഓക്കെ, അതായത് ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഈ റൈറ്റ് ഫോർ അസ് യുവർ നീഷ് എന്നുള്ളത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് പറയുക, ഇങ്ങനെ കൊടുക്കാം. ഐ നീഡ് ഓൾ ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇങ്ങനെയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. കാരണം നമ്മൾ എന്താണ് ഇത് റാൻഡമായിട്ടുള്ള തരുന്നത്. ഓക്കെ, ഐ നീഡ് ഓൾ ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അത് ഞാൻ അങ്ങനെ ആദ്യം കൊടുക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ആ ഒരു രീതി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് നീഷിലും കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് മാത്രമായിട്ടാണ് ഇത് തരുന്നത്. ഓക്കെ, ഇതാ കണ്ടോ, SEO. ഞാനിപ്പോൾ ജസ്റ്റ് കോപ്പി ചെയ്യാണ്. നമുക്ക് ഇനി ഈ ഒരു കോഡ് വർക്ക് ചെയ്യാൻ നോക്കാം. വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അതായാലും നോക്കാം. ഓക്കെ, ലുക്ക് കണ്ടോ, ഓരോന്നിങ്ങനെ വരുന്നുണ്ട്. ഇതൊക്കെ എന്താണ് SEO റൈറ്റ് പോസ്റ്റാണ്. കണ്ടോ, ഇനിയിപ്പോൾ ഫുള്ളായിട്ട് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനാണ്. കണ്ടോ, ഫുൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനാണ്. പ്ലാറ്റ്ഫോംസ്, ഡൂ ഫോളോ, ബാക്ക്ലിങ്സ് എല്ലാം. ഇത് നിങ്ങൾക്ക് കിട്ടുന്നത് സീക്രട്ട് മെത്തേഡ് അടക്കം നിങ്ങൾക്ക് കിട്ടുന്നതിന് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് മാത്രമായിട്ടാണ്. സോ ഈ ഒരു മെത്തേഡാണ് ഞാൻ ഇപ്പം കാണിച്ചത്. ഇതുപോലത്തെ കുറേ മെത്തേഡ്സ് ഉണ്ട് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഹെൽപ്ഫുൾ ആകുന്നത്. അതുപോലെ തന്നെ ഇതുപോലത്തെ 3 PDF എൻ്റെ അടുത്തുണ്ട്. ഓക്കെ, അതായത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ബാക്ക്ലിങ്സ്. അതും ഞാൻ 7 days കൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരു PDF ആണ്. നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് എന്താണ് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓൺലി ഫോർ 100 rupees യു ക്യാൻ ഗെറ്റ് 3 PDF. 3 PDF ആണെങ്കിലും അതിലുള്ള ബാക്ക്ലിങ്സ് മേ ബി 100-200 ആണ്. സോ നിങ്ങൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ വേറെ എവിടെയും നിങ്ങൾക്ക് പോകണ്ട. ഓക്കെ, സോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം. പക്ഷേ ഷെയർ ചെയ്യുക എല്ലാവരുമായിട്ട്. കാരണം ആരും ഇങ്ങനെ മലയാളത്തിലെ ബാക്ക്ലിങ്സിന് വേണ്ടി മാത്രം വീഡിയോ ഉണ്ടാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ വൈ. സോ കണ്ടോ, ഇപ്പോഴും നിർത്തിയിട്ടില്ല. ഓ മൈ ഗോഡ്. ഓക്കെ, ഔട്ട്റീച്ച് ഇമെയിൽ. അതായത് ഈ ഔട്ട്റീച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റ് പോസ്റ്റിൻ്റെ എന്താണ്, ചില വെബ്സൈറ്റ്സിന് അറിയാമല്ലോ ഗസ്റ്റ് പോസ്റ്റ് ചെയ്യാൻ നമുക്ക് അങ്ങനെ വിടില്ല. നമ്മൾ റാൻഡമായിട്ട് തന്നെ ഒരു പ്രൈവറ്റായിട്ട് പോകണം. അതിന് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഫുള്ളായിട്ട് ഗൈഡ് വരെ തരുന്നുണ്ട്. ChatGPT ആണെങ്കിൽ ഇതിൽ തരില്ല. ഓക്കെ, ഈ ഒരു സെയിം പ്രവൃത്തി അല്ലെങ്കിൽ ഈ സെയിം ഒരു മെത്തേഡ് നമ്മൾ ChatGPTയിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 3 or 4 times ചാറ്റ് ചെയ്യണം. ബട്ട് നമ്മളിത് 2 or 3 times ആണ് ചാറ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടാണ് നമുക്ക് ഇത്രയും കിട്ടിയത്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്കിത് കോപ്പി ചെയ്യാൻ ഒരു സ്ട്രക്ചേർഡ് ആണ് വേണമെങ്കിൽ ഡൗൺലോഡ് ആസ് PDF എന്ന് കൊടുക്കാം, സേവ് ചെയ്യാം. കേട്ടോ, ഒരു ഓർഗനൈസ്ഡ് ആണ്, നിങ്ങൾക്ക് കിട്ടി. ChatGPT ആണ് നമുക്കിപ്പം യൂഷ്വലി മേ ബി ഐ തിങ്ക് പീപ്പിൾസ് ഗോണ സേവ് ഇൻ വാട്സപ്പ്. ഒക്കെ, അപ്പം വാട്സപ്പിലൊക്കെ സേവ് ചെയ്യുക, ദാറ്റ്സ് നോട്ട് പ്രൊഫഷണൽ. പക്ഷേ PDF ഒക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടി, PDF ആയിട്ട് കിട്ടി. പിന്നെ ഇതിൽ ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് എന്തും യൂസ് ചെയ്യാം കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്താണ് അടുത്ത വീഡിയോ ഞാൻ ഇനി ഒരു ChatGPT യൂസ് ചെയ്തിട്ട് നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു AI ടൂൾസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്കൊരു നല്ലൊരു പ്രൊഫഷണലായിട്ട് ഉള്ള ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ അത് വേണമെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം ഐ ആം സൈനിങ് ഔട്ട്. ദിസ് ഈസ് നിഹാൽ. ബൈ.